അമേരിക്കൻ വ്യോമസേനയുടെ സഹായത്തോടെയാണ് മൊസൂൾ അണക്കെട്ടിൽ നിന്ന് ഐസിസിനെ തുരത്തിയത്. അണക്കെട്ടിന്റെയും സമീപ പ്രദേശങ്ങളുടെയും പൂർണ്ണ നിയന്ത്രണം തങ്ങൾക്ക് ലഭിച്ചതായി കുർദ് മേഖലയിലെ ഡെപ്യൂട്ടി പ്രധാനമന്ത്രി ഖുബാത്ത് തലബാനി അറിയിച്ചു. ടൈഗ്രിസ് നദി കുറുകെയുള്ള മൊസൂൾ അണക്കെട്ടാണ് ഇറാഖിലെ ഏറ്റവും വലിയ അണക്കെട്ട്. ഇതിന്റെ നിയന്ത്രണം തിരിച്ചുപിടിക്കാനായത് ഐസിസിനെതിരെ ആക്രമണം തുടങ്ങിയ ശേഷമുള്ള ഏറ്റവും വലിയ വിജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കൻ സേനയുടെ പരിശീലനം ലഭിച്ച കുർദുകളും അണക്കെട്ട് തിരിച്ചുപിടിക്കാനുള്ള നീക്കത്തിൽ പങ്കെടുത്തു. എന്നാൽ അമേരിക്കയ്ക്ക് ശക്തമായ മുന്നറിയിപ്പുമായി ഐസിസ് രംഗത്തെത്തി. കനത്ത തിരിച്ചടി നൽകുമെന്ന് ഐസിസ് പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിൽ പറയുന്നു. അതിനിടെ വ്യോമാക്രമണത്തിന്റെ പുരോഗതി വിലയിരുത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ ഇതുവരെയുള്ള സൈനിക നടപടിയിൽ തൃപ്തി രേഖപ്പെടുത്തി. കുർദിഷ് ഇറാഖി സേനകളുടെ സഹകരണത്തിലും അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു. കുർദിഷ് വർക്കേഴ്സ് പാർട്ടി പ്രവർത്തകരും ഐസിസിനെതിരായ പോരാട്ടത്തിൽ കുർദ് സൈന്യത്തോടൊപ്പം ചേർന്നു. തുർക്കിയിൽ സ്വതന്ത്ര കുർദ് രാജ്യം ആവശ്യപ്പെട്ട് ദീർഘകാലം സായുധ പോരാട്ടം നടത്തിയിരുന്ന ഇവർ ഈ അടുത്താണ് ആയുധം ഉപേക്ഷിക്കുന്നതായി പ്രഖ്യാപിച്ചത്. ന്യൂസ് ഡെസ്ക് മീഡിയ 1.